ഈ പുസ്തകത്തിന്റെ വിജയത്തിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? സന്തോഷം. എൻ്റെ ഈ പുസ്തകം എല്ലാവരും ഏറ്റെടുക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സാർ, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ജനപ്രിയമാകുന്ന പുസ്തകമാണല്ലോ ഇത്. ഇടയ്ക്ക് ബെഞ്ചമിൻ എന്ന എഴുത്തുകാരൻ ഇനി ഉദിക്കില്ല എന്നൊരു കേൾവി കേട്ടിരുന്നു. ഇതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ പുസ്തകം എൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ദിസ് ബുക്ക് ഗേവ് മീ ഹോപ്പ്. എൻ്റെ പല പുസ്തകങ്ങളും നിങ്ങൾക്കൊരു പരാജയമായിരിക്കാം, പക്ഷേ എനിക്കതൊരിക്കലും പരാജയങ്ങളല്ലായിരുന്നു. ബട്ട് ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ ഫോർ മീ. ബെഞ്ചമിൻ എന്ന എഴുത്തുകാരന് പുതുജീവൻ നൽകിയത് ഈ പുസ്തകമാണ്. സാർ, താങ്കളുടെ മറ്റു നോവലുകളിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് സവിശേഷതയാണ് ഈ നോവലിനുള്ളത്? എൻ്റെ മറ്റു നോവലുകളെ പോലല്ല ഈ നോവൽ. ഈ നോവലിൽ പറഞ്ഞ ഓരോ വാക്കും ഒത്തിരിയേറെ ജീവിതങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ട്. വെളിച്ചം പകർന്ന ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. യെസ്, ദിസ് ബുക്ക് ഈസ് എ റിയൽ സ്റ്റോറി. ഞാൻ അതിൻ്റെ ഒരു ഉപകരണം മാത്രം. സർ, ആരുടെ കഥയാണ് ഇത്? അച്ചോ, താൻ വന്നോ? എന്നെ യാത്രയാക്കാൻ താൻ എന്താ വരാത്തേന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. അച്ഛൻ ഇതല്ല, ഇതിനപ്പുറം പറയാൻ എനിക്കറിയില്ലേ. താൻ എവിടെ ഇരിക്കടോ? എന്റെ സമയാകാറായടോ. എന്റെ യാത്രയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അച്ഛൻ എന്താ ഈ പറയുന്നേ? അത് തനിക്ക് ഇപ്പം പറഞ്ഞാ മനസ്സിലാവില്ലെന്നേ. അതെ, താൻ വലിയ എഴുത്തുകാരനല്ലേ? തന്റെ എഴുത്തൊക്കെ ഇപ്പൊ എന്തായി? പണ്ടത്തെ പോലൊന്നും അല്ല അച്ചു. എഴുതുന്നതിനൊന്നും ഒരു ജീവനില്ല. ജസ്റ്റ് ഫിക്ഷണൽ ഫാന്റസി ക്രാപ്സ്. താൻ ഇങ്ങനെ നിരാശനാവാതെ ബി ഒപ്റ്റിമിസ്റ്റിക്. റോമാക്കാരുടെ ലേഖനത്തിൽ പറയുന്നില്ലേ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ലെന്നല്ലേ കുറെ കേട്ടതാച്ചോ. അല്ല, നിങ്ങൾ ഈ സെമിനാരിയിൽ പഠിച്ചതും ഇടവകയിലിരുന്നതുമല്ലാതെ മറ്റെന്ത് അനുഭവമാ ഉള്ളത്? ഒരു നിരാശയുമില്ലാതെ സുഖമായൊരു മരണം. അച്ചോ, നിരാശയുള്ളവർക്ക് പറഞ്ഞതാ ഈ പ്രത്യാശ എന്ന് പറയുന്ന സാധനം. എടോ, ഒരാൾ ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ ഈ വിളി തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ടാവും. അയാൾ ദൈവത്തെ അറിഞ്ഞു തുടങ്ങുന്ന നിമിഷം ഇരുട്ടുപതിയെ വെളിച്ചത്തിലേക്ക് വഴിമാറുന്നത് ചങ്കിൽ അറിയുന്ന നിമിഷം. ഞാൻ അച്ഛനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്ന്. പണ്ടത്തെ വലിയ നിരീശ്വരവാദ വിപ്ലവകാരിയാണ് അച്ഛനെന്ന് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുമ്പോഴെല്ലാം അച്ഛൻ ഒഴിഞ്ഞു മാറാറാ പതിവ്. എടോ, അതങ്ങനെ പറഞ്ഞു തരേണ്ട ഒരു കാര്യമല്ല. എന്നാ താൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെയാ. തന്നോട് ഞാനത് പറയണമെന്ന് പലവട്ടം വിചാരിച്ചതാ. താൻ എൻ്റെ മുറിയിൽ പോണം. എൻ്റെ ഷെൽഫിൽ നിന്നും ഡയറി എടുക്കണം. അതിൽ തനിക്കൊരു സമ്മാനം വെച്ചിട്ടുണ്ട്. താൻ അത് വായിക്കണം. സംതൃപ്തിയിൽ ഞാൻ മരിക്കും, പ്രത്യാശയിൽ ഞാൻ ഉയർക്കും. തുടങ്ങി എന്തു പറഞ്ഞാലും ഉണ്ട് ഒരു കവിത. എന്നാ പിന്നെ ഞാനിങ്ങ് പോയേക്കുവാ. എന്തേലും അത്യാവശ്യമുണ്ടേ വിളിക്കാൻ മറക്കണ്ട. ഓ, മേ ഗോഡ് ബ്ലസ് യു. ബെഞ്ചി, പ്രായമല്ല സൗഹൃദത്തിന് ആധാരമെന്ന് താൻ തെളിയിച്ചു. തൻ്റെ കഥകളെയും സത്യാന്വേഷണങ്ങളെയും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ജീവിതകഥ താൻ അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഫാദർ മൈക്കിളിനെ തനിക്ക് നന്നായി അറിയാം. എന്നാൽ എനിക്കൊരു ഭൂതകാലമുണ്ട്, താനൊന്നും ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു ഭൂതകാലം.
വിപ്ലവത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഒക്കെ ഇരുട്ട് നിറഞ്ഞ കാലം. അന്ന് ആ ജീവിതത്തിലേക്ക് ഒരു തിരിനാളം നീട്ടി കടന്നു വന്ന ഒരാളുണ്ട്, ഫാദർ വില്യം. വിപ്ലവം കൊടുമ്പിരി കൊണ്ട നാളുകളിൽ വിപ്ലവകാരിയാൽ ഫാദർ വില്യം കൊല്ലപ്പെട്ടു, എൻ്റെ കൈകൊണ്ട്. ഹലോ, ഹലോ. ബെഞ്ചമിൻ സാർ അല്ലേ? യെസ്, ബെഞ്ചമിൻ. ഞാൻ ചാവറ ഹോസ്പിറ്റലിൽ നിന്നാണ്. താങ്കളുടെ സുഹൃത്ത് ഫാദർ മൈക്കിൾ കുറച്ചു മുമ്പ് മരിച്ചുപോയി. താൻ ഞെട്ടിയിരിക്കുകയാണെന്ന് എനിക്കറിയാം. സത്യമാണ്. ഒരു കത്തിനും സംതൃപ്തി നിറഞ്ഞ മരണത്തിനും ഒരു ജീവിതത്തെ മാറ്റിമറിക്കാനാവും. വല്ലാതെ അന്ധമായ നിമിഷത്തിൽ ഞാൻ ചെയ്ത അപരാധം. നിരാശ മുറ്റിയവർക്ക് പ്രത്യാശ ഒരു മഴ പോലെയാണ്. ആ നനമറിഞ്ഞാൽ പതിയെ ജീവിതം പുതുതായി തളിർത്തു തുടങ്ങും. 40 വർഷത്തെ എൻ്റെ സന്യാസ പൗരോഹിത്യത്തിന് അടിത്തറയിട്ട ആ സംഭവം അത്രമാത്രം വിലയേറിയതാണ്. ആദ്യമായി ദൈവസ്വരം കേട്ടത് അന്നാണ്. ഒരു കൊലയാളിക്ക് പോലും സ്വർഗത്തിൻ്റെ പ്രത്യാശയുണ്ടെന്ന് ജീവിതം എന്നെ പഠിപ്പിച്ചു. തകർന്നുവെന്ന് തോന്നിയാലും വിട്ടുകൊടുക്കരുത് ബെഞ്ചി. സുന്ദരമായതെന്തോ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇറ്റ് വർക്ക്സ് ലൈക്ക് ദാറ്റ്. സ്വന്തം മൈക്കിളച്ചൻ. Don't move. നീ എന്തിനു വന്നുവെന്ന് എനിക്കറിയാം. എന്റെ യാത്രയ്ക്കിതാ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സ്നേഹിത, ചെങ്ങാതി, എന്നെ കൊന്നുകൊള്ളുക. എനിക്ക് നിന്നോട് പരാതിയില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സംതൃപ്തിയിൽ ഞാൻ മരിക്കും, പ്രത്യാശയിൽ ഞാൻ ഉയർക്കും. സുഹൃത്തെ, എന്റെ ഈ ജീവിതത്തിൽ നിന്നും ഞാൻ യാത്രയാകുന്ന വാഹനം നിന്റേതാണ്. നിന്റെ യുക്തിയെയും വിശ്വാസങ്ങളെയും തൃപ്തിപ്പെടുത്താൻ നിനക്കെന്നെ കൊന്നേ മതിയാകൂ. അറിയാം, പേടിക്കണ്ട. സത്യത്തിന്റെ വെളിച്ചം നിറയുമ്പോൾ ഇരുട്ട് താനെ നീങ്ങിക്കൊള്ളും. എന്റെ ജനനം മുതൽ എന്റെ ഓരോ നിമിഷവും അറിഞ്ഞത് ദൈവമാണ്. എന്നെ നീ യാത്രയാക്കുന്നതും അവന്റെ അടുത്തേക്കാണ്. ഞാൻ സ്രഷ്ടാവിനൊപ്പം ഒന്നായിരിക്കുമ്പോൾ നിന്നെയും ഓർക്കും. എന്നെ കൊന്നതിന്റെ പേരിൽ ഞാൻ നിന്നെ ശപിക്കുന്നില്ല. അത്രമേൽ സുന്ദരമായ ഒരു ജീവിതമായിരുന്നു ഇത്. പിന്നെ മരണത്തിന് ഞാനെന്തിനെ ഭയക്കണം? സുഹൃത്തെ, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യാഥാർത്ഥ്യങ്ങൾ രുചിച്ചു തുടങ്ങുമ്പോൾ കുറ്റബോധത്താൽ സ്വയം നശിക്കരുത്, മറിച്ച് പുതിയ സാധ്യതകളെ കണ്ടെത്തണം. സംതൃപ്തിയിലാണ് ഞാൻ മരിക്കുന്നത്, പ്രത്യാശയിൽ ഞാൻ ഉയർക്കും.